നമസ്കാരം. നല്ല ചിന്തകൾ, നല്ല സംസാരങ്ങൾ, നല്ല അനുഭവങ്ങൾ, നല്ല യാത്രകൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ വേണം. അതിനുള്ള ശക്തിയും ധൈര്യവും ഊർജവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ. ഇന്ന് നമ്മൾ കൂട്ടിൽ പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ രാജൻ കണക്കരും അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടർ അജികുമാരിയുമാണ്. നമസ്കാരം. നമസ്കാരം അഞ്ജു. ഇതിനകത്ത് കയറുമ്പം ഒരു ഓക്സിജൻ എഫക്റ്റാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഏത് ഏരിയയിലോട്ട് നോക്കിയാലും ഒരു കലാപരമായ ഒരു ഇൻവോൾവ്മെൻറ്റും. അപ്പം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഇതിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ഇതിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ? എനിക്ക് ഈ ചിത്രകല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഠിക്കുമ്പോഴൊക്കെ ചിത്രകാരന്മാരുമായിട്ടൊക്കെ ഉള്ളൊരു അടുപ്പവും പിന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു ആർട്ട് ലവ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഇവിടെ എൻ്റെ സ്ഥലത്ത് അങ്ങനെ ഒരു സംഗതി ചെയ്യണമെന്നും പിന്നെ കുറേശ്ശെ അതിനുള്ള ശ്രമമായി. അപ്പോൾ ഇതൊരു 10-20 വർഷം കൊണ്ടുള്ളൊരു ശ്രമമാണ്. ഞാൻ വളരെ സ്ലോ ആയിട്ടായി ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തൊരു കല്ല് വെച്ച് നോക്കും. അപ്പോൾ ആ കല്ലത് ശരിയാവോ ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കും. പിന്നെ എൻ്റെ വൈഫിന് ചെടികളിലൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് അവരതിൻ്റെ പുറകിലൊരു ചെടി കൊണ്ടുവയ്ക്കും. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ വളരുകയാണ് ചെയ്തത്. അപ്പോൾ വളർന്ന് അപ്പോൾ പിന്നെ നമുക്ക് അതിനൊരു സ്പിരിറ്റായി. അങ്ങനെ ഇതിനെ വളർത്തി നമുക്ക് വേറൊരു കമേഴ്ഷ്യൽ ആശയങ്ങളോ വേറൊന്നുമില്ല. നമ്മുടെ സന്തോഷവും നമുക്ക് കാണാനുള്ളൊരു നമ്മളെ കൂട്ടുകാരൊക്കെ ധാരാളം വരും. നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അവർ കണ്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നമുക്കിങ്ങനെ ആകാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷം. ഇതൊക്കെയാണ് എൻ്റെ പിന്നിലുള്ളത്. രാജൻ പറഞ്ഞു ഇപ്പം അജി ചേച്ചിയുടെ ഇൻവോൾവ്മെന്റ് എന്താണ്? ചെടി വെക്കൽ മാത്രമേ ഉള്ളൂ? ചെടി വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് ചെടി എന്ന് വെച്ചാൽ നമ്മളിപ്പം സാധാരണ കാണുന്ന പോലെ ഏതെങ്കിലും ചെടികൾ കുറെ ഇങ്ങനെ കൂട്ടി വെക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ഇരിക്കുന്ന ഒരു ആംബിയൻസിന് അനുയോജ്യമായ രീതിയിൽ ആ ചെടി വളർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്ലാവിന്റെ ചുവട്ടിൽ തന്നെ സാധാരണ പ്ലാവിന്റെ ചുവട് വെറുതെ കിടക്കുക. അത്രയും ചെടി അതിനകത്ത് ആ ഒരു പച്ചപ്പ് വരുന്ന ഉടനെ നമുക്ക് വേറൊരു ഫീല് തോന്നും. അതുപോലെ ഇതാണ് കാട്ടുതിപ്പലി എന്ന് പറയുന്ന ഒരു ചെടി, ഒരു വഴിയിൽ നിന്ന് കിട്ടിയ ഒരു ചെടിയാണ്. അപ്പോൾ അതിവിടെ കൊണ്ടുവച്ചാൽ കിളിക്കുമോയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഇതാക്കി മാറ്റാൻ ആ തോന്നുന്ന ഒരു ഇതുണ്ട്. അത് ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ഒരു സന്തോഷവും. പിന്നെ കുറേ എല്ലാ തരത്തിലുള്ള ചെടികളും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മളൊരു നാച്ചുറൽ ബ്ലെൻഡിങ് ആണിത്. ഈ പറമ്പിൽ നിന്ന് കിട്ടിയ പാറയും ഇവിടെ വെക്കുന്ന ചെടികളും ഒക്കെ കൊണ്ടുള്ള നാച്ചുറൽ ബ്ലെൻഡിങ് ആണ്. ഞങ്ങൾ ഈ വീട് പണിത് അങ്ങനെയാണ്. കാരണം ഒരു ചിത്രം വരയ്ക്കും പോലെ ഓരോ സ്ഥലവും നമ്മൾ നോക്കി പതുക്കെ ഇങ്ങനെ അങ്ങനെ ഡെവലപ്പ് ചെയ്യാണ്. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് ഒരു സാധനം പിന്നെ കുറേ പൈസ ഉണ്ട് അങ്ങനെ ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പം അതിൻ്റെതായ ഒരു സുഖവും ഉണ്ട്, അതിൻ്റെ സന്തോഷവും ഉണ്ട് ആ കാര്യത്തിലൊക്കെ. ഇപ്പം ഈ 10-20 വർഷമെന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ഇപ്പം നോക്കുമ്പം എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? പക്ഷേ പ്രത്യേക ഒരു കാഴ്ചപ്പാടോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാണല്ലോ ഇപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സർട്ടൻ പോർഷൻസ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേറൊരിടത്തോട്ട് പോകണം. അപ്പം വേറൊരു ഏരിയയിലേക്ക് പോകണം. അങ്ങനെ ഇതിനെ എനിക്ക് തോന്നുന്നു നമ്മൾ മരിക്കുന്നവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഒരു നാച്ചുറൽ എഫക്റ്റ് ആണല്ലോ. ഇപ്പം അജി ചേച്ചി വർക്കിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഗാർഡൻ എങ്ങനെയാണ് ഗാർഡനിങ്ങിനുള്ള സമയം കണ്ടെത്തുന്നതും? ഞാൻ കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ അസിസ്റ്റന്റ് ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-25 വർഷത്തെ സർവീസ് കഴിഞ്ഞു. പക്ഷെ നമുക്ക് അവിടുത്തെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക്
ഷിഫ്റ്റ് ഡ്യൂട്ടി വരും. ഒന്നുകിൽ രാവിലെ 8 മുതൽ 2 വരെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ 2 മുതൽ 8 വരെ വർക്ക് ചെയ്യുക എന്നുള്ള. അപ്പോൾ കുറച്ച് ഇപ്പൊ ഈ സമയത്തൊക്കെയാണ് എനിക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും അങ്ങനെ പോയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒഴിവ് ദിവസത്തേക്കാൾ കൂടുതൽ ആ ദിവസങ്ങളിൽ എന്റെ ഗാർഡനിങ് കാര്യങ്ങൾ, ചെടി നടാനും അല്ലെങ്കിൽ നഴ്സറിയിൽ പോയി വാങ്ങിക്കാനും, അല്ലെങ്കിൽ നട്ടുവയ്ക്കുന്ന ഒരു ജോലി മാത്രമേ ഇവർക്കുള്ളൂ കേട്ടോ. ബാക്കി വഴി മുഴുവൻ ഞാനായിരുന്നേ. എനിക്ക് അത്രേ പറ്റുന്നുള്ളൂ. ഞാൻ രാത്രി ഉറങ്ങാതെ ഇവിടെ വെള്ളം നനയ്ക്കും. രാത്രി 12 മണി 1 മണിക്കൊക്കെ വെള്ളം നനയ്ക്കും. കാരണം വെച്ചാൽ ഇതിന്റെ പ്രൊട്ടക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. ചുമ്മാ നട്ടുവയ്ക്കാനും പാറ കൊണ്ടുവയ്ക്കാനും ഒക്കെ നമുക്ക് ആർക്കും പറ്റും. ചിലപ്പോൾ ഇങ്ങനെ ഒരു പാറ മറിച്ചിടാം. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ അതിന് പരിപാലിക്കുന്നു എന്നുള്ളതാണ് വളരെ അതെ വളരെ. ഒരു ചെടി നടുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ എപ്പോ ഇവിടെ വന്നാലും you will feel some freshness. Oxygen, or and oxygen also the appearance, you know, always should be, it will be very nice. നമ്മളെ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ചിരിക്കുന്നു. ആ ഓരോ ഏത് ഇപ്പം നമ്മുടെ സാധാരണ എല്ലാ വീട്ടിലും മുൻവശത്തായിരിക്കും പൂന്തോട്ടമുള്ളത്. ഇത് ഞാൻ ഈ ബാക്ക് യാർഡ് എല്ലാ സ്ഥലവും ഈ വീടിന്റെ ചുറ്റിനും മുഴുവനും ഒരു തോട്ടത്തിന്റെ ഒരു എഫക്റ്റ് വരുത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് പേഴ്സണലോട്ട് പോവാം. നിങ്ങളുടെ വിവാഹ ജീവിതം അത് എങ്ങനെയായിരുന്നു? ഇത് തുടക്കം, അതായത് എങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തിപ്പെട്ടതോ? അതായത് അജിയെ ഞാൻ വിവാഹത്തിന് മുമ്പ് അറിയുന്ന ഒരാളായിരുന്നു. ഓ ശരി. വളരെ സ്മാർട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വിവാഹത്തിന് മുമ്പ്, അതായത് വിവാഹം കഴിക്കണമെന്നുള്ള ഇഷ്ടമല്ലായിരുന്നു, അല്ലാതെ തന്നെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ലൈബ്രറിയിൽ ഞാൻ അവിടെ റിസർച്ച് ചെയ്യുമായിരുന്നു, യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ. ഇവരവിടെ പഠിക്കുമായിരുന്നു. പഠിച്ചിട്ട് അവിടെ തന്നെ ജോലിയും കിട്ടി. അപ്പം അവർ തുടർന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ റിസർച്ച് ചെയ്യാനായിട്ട് പോവാണ്, സ്റ്റുഡൻ്റായിട്ട് പോവാണ്. ഇവർ എല്ലാവരുമായിട്ട് ഭയങ്കര റിലേഷനാണ്. വർത്തമാനം പറഞ്ഞ് ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഏതാണ്ട് ആ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ വളരെ നല്ല റിലേഷൻ. അന്ന് ഞാൻ കുറച്ചുകൂടെ വട്ടപ്പേരെല്ലാം നല്ല. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു റിലേഷൻ തുടങ്ങുന്നത്. അപ്പം കല്യാണം കഴിക്കാൻ ഒരു ആശയമില്ല, ഐഡിയ ഇല്ലായിരുന്നു. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു നമ്മൾ. അപ്പം കല്യാണം കഴിക്കലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ റിസർച്ച് ചെയ്യുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് ബന്ധം. വീട്ടുകാരോട് പറയുമ്പോൾ ഞാൻ സുഹൃത്തുക്കളോട്. അപ്പോൾ ഒരു ഡോക്ടർ പൗത്രൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിലെ സൈക്കോളജിസ്റ്റാണ്. പുള്ളി പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, നീ ഒന്ന് ആലോചിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെയല്ല അഞ്ജു, അപ്പൊ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ ഏട്ടനെന്നാണ് പൗത്രേട്ടനെ വിളിക്കുന്നത്. ഏട്ടന് പുള്ളിയുടെ വൈഫ് സൗദ, ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലുണ്ടായിരുന്നെ. ഏട്ടനോട് ഇച്ചായം ചെന്ന് പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ ആലോചിച്ചോ കൊള്ളാവുന്നുണ്ടെന്നുള്ളത്. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞേട്ടാ നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ കല്യാണത്തിലോട്ട് വരുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് ആദ്യം ഫോണിൽ കൂടെയാണ് പ്രപ്പോസ് ചെയ്തത്. യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ കൗണ്ടറിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ഫോണിലാണ് ചോദിച്ചത്, എടോ ഞാൻ തന്നെ വന്ന് കല്യാണം ആലോചിക്കട്ടെ. ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി. എനിക്ക് അങ്ങനെ ഒരു കുട്ടിയെ മാത്രമേ അറിയോ, ഞാൻ അദ്ദേഹമാണെങ്കിൽ കുറെ ഫോറിനേഴ്സ്, അല്ലെങ്കിൽ കവി അയ്യപ്പൻ, കുറെ ചിത്രകാരന്മാർ, ആ ഒരു ഗാങ്ങില് ലൈബ്രറി കൂടെ നടക്കുന്ന ഒരു ഇതാണ്. അപ്പൊ എനിക്കൊരു പേടിയാ. അത്രയും നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മളൊരു കുടുംബജീവിതം എന്നൊക്കെ ഞാൻ ആദ്യത്തെ ഇതില് ഞാൻ പറഞ്ഞു, തടിയനെ കല്യാണം കഴിക്കാൻ എന്നോട് പറ്റൂല അങ്ങനെ പറഞ്ഞു. പിന്നെ പല ആൾക്കാർ കൂടി ഇങ്ങനെ പറഞ്ഞു അതില് മെയിൻ റോള് പൗത്രേട്ടൻ തന്നെയാണ്. ഏട്ടാ ഒരു സമയം ഇതിനൊക്കെ എന്താ സമ്മതിച്ചൂടെ, അയാൾ നിന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ. കാരണം ഈ ജനങ്ങള് ഈ നമ്മളെ തെറ്റിദ്ധരിക്കും ധാരാളം. ഇപ്പം എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണ്ടെന്ന് പറയും. കാരണം വെച്ചാൽ ഞാൻ വളരെ കൂട്ടുകൂടി ഇങ്ങനെ സൗഹൃദം കൂടി ഇങ്ങനെ നടക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ റിസർച്ച് എന്നൊക്കെ പറയുമ്പോ ഒരു സ്റ്റാർട്ടിങ് പക്ഷെ അങ്ങനത്തെ ആളുകൾ എന്റെ അനുഭവത്തിൽ നല്ല ആളുകളാണ്. അവർ വളരെ. പക്ഷെ ഒരു യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ഒരു വലിയ വിഭാഗം ആൾക്കാരും എതിർത്തു ഈ മനുഷ്യനെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട്. വലിയ ഒപ്പോസിങ് ആയിരുന്നു. വീട്ടിൽ നിന്നൊക്കെ കുറെ പ്രശ്നങ്ങൾ വന്നു. പക്ഷെ എൻ്റെ പേരൻസ്, അച്ഛനും അമ്മയും പറഞ്ഞു വന്ന് ആലോചിക്കാൻ പറ, ഇങ്ങനെ നീയല്ല പറയേണ്ടത്, അവരുടെ വീട്ടുകാരോട് വന്ന് ആലോചിക്കാൻ. അങ്ങനെ ഇവര് 6-7 സുഹൃത്തുക്കളും അച്ഛൻ്റെ പപ്പയുടെ അനിയനും കൂടെ എന്നെ പെണ്ണ് കാണാൻ വന്നു. വീട്ടിൽ വന്നു. പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം
അടൂര് പറക്കോട് ഞാൻ പഠിച്ച ഒരു LP സ്കൂളിന്റെ മുറ്റത്ത് പന്തലിട്ട് മതപരമായ ചടങ്ങൊന്നും വലിയ ഒരു ചടങ്ങും ഇല്ലാതെ ഒരു സാധാ കല്യാണം. ആഭരണമില്ല, പട്ടുസാരി ഇല്ല, അങ്ങനെയുള്ള ഒരു ഇതുമില്ലാതെ. അപ്പൊ അന്നേ ഇങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ല, അന്നേ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഈ കല്യാണം പോലും നടത്തണ്ടായിരുന്നു, അതൊരു വേസ്റ്റ് ആയിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. വെറുതെ ഒരു കാര്യമില്ലാതെ ഇവിടെ നിന്ന് കുറെ ആളുകൾ അങ്ങോട്ട് പോയി, ഇങ്ങനെ പോയി, അങ്ങനെ പോയി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു പെൺകുട്ടിയെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ പെൺകുട്ടി മാത്രം വന്നാൽ മതി ശരിക്കും, എൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ സ്വന്തം അത്യാവശ്യം സഹോദരങ്ങളോ അങ്ങനത്തെ സുഹൃത്തുക്കളോ കൂടെ ആയാൽ ഒരു സന്തോഷം. അതല്ലാതെ അതിനപ്പുറത്തുള്ളൊരു കല്യാണം എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം എന്നൊരു വ്യവസ്ഥയ്ക്ക് എൻ്റെ അടുത്ത് വരരുത്. ആണോ അജി ചേച്ചിക്ക് അങ്ങനെയാണോ? രാജേട്ടൻ പറയുമ്പോൾ എനിക്കില്ല, ബോബി ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ടെന്ന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. സമൂഹം എന്ത് പറയുന്നതെന്ന് ഞാൻ നോക്കാറില്ല. ഇപ്പം ചേച്ചി അടൂരാണല്ലേ? എന്റെ സ്വന്തം സ്ഥലം അടൂരാണ്. ചേട്ടനാണ് തിരുവനന്തപുരം. അപ്പം അവിടുന്ന് അപ്പം ലൈബ്രറി വർക്ക് പഠിക്കുവാ? ഞാൻ ലൈബ്രറി സയൻസ് ഞാൻ MSc പഠിക്കാൻ വേണ്ടി 1986 തിരുവനന്തപുരത്ത് വന്നതാ. പിന്നെ ലൈബ്രറി സയൻസ് MSc കഴിഞ്ഞിട്ട് ലൈബ്രറി സയൻസ് PG കഴിഞ്ഞു. അവിടെ തന്നെ ജോലിയായി, അതിൽ തന്നെ PhD എടുത്തു. ഇപ്പൊ അസിസ്റ്റന്റ് ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യാണ്. ഇച്ചായനും ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് പകുതി ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കല്യാണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലിയായിട്ട് പോയി, അവിടെ ചെന്നിട്ട് PhD കംപ്ലീറ്റ് ചെയ്തു. എന്തിലാണ് PhD ചെയ്തത്? PhD ഞാൻ ഇൻഫ്ലുവൻസ് ഓഫ് മോഡേൺ പെയിന്റിങ്സ് ഓൺ A. അയ്യപ്പൻസ് പോയട്രി എന്നായിരുന്നു എൻ്റെ വിഷയം. ഞാൻ ഈ ചിത്രകലയാണ് എൻ്റെ വിഷയം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു സംവിധാനം വേണമെന്ന് വെച്ചാൽ അയ്യപ്പൻ്റെ കവിത കൂടെ കണക്ട് ചെയ്താണ്. അപ്പോൾ അയ്യപ്പൻ്റെ കവിത ചിത്രകലയുടെ നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ അതായിരുന്നു, അത് ചിത്രകല എനിക്ക് പഠിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലെവലിലും ആ സബ്ജക്റ്റിലൊക്കെ. ഇപ്പം അവിടുന്ന് ജോലി സംബന്ധമായിട്ടല്ല ഇങ്ങോട്ട് വന്നത്, തിരുവനന്തപുരത്ത് വന്നു, പിന്നെ കല്യാണം കഴിഞ്ഞു, ഇവിടെ സെറ്റിലായി. അപ്പം തുടർന്നുള്ള ഇപ്പം രാജേട്ടൻ്റെ കല കൈൻഡ് ഓഫ് ഇതും, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ ഇപ്പം കാലിക്കറ്റിലോട്ട് പോയി ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അതും ഇത് എന്തെങ്കിലും ഒരു പ്രയാസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായോ? അത് ഇച്ചാൻ അങ്ങ് കോഴിക്കോട് ജോലിക്ക് പോയപ്പോൾ മോൻ ചെറുതായിരുന്നു. മോന് 2 വയസ്സുള്ളപ്പോഴാണ് ഇച്ചാൻ കോഴിക്കോട് പോണത്. അന്ന് ഇച്ചാൻ്റെ മമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പൊ അവിടെ ആ വീട്ടിലാണ് താമസിച്ചിരുന്നു. അത് മാസത്തിൽ വരും. പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ചാൻ ഇങ്ങനെ ട്രിവാൻഡ്രത്ത് വന്നു, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലായിട്ട്. അപ്പൊ ഈ കലാപരമായ ഇങ്ങനത്തെ ഇൻവോൾവ്മെന്റും അതില് അജി ചേച്ചി എത്രത്തോളം ഇപ്പം വരയ്ക്കും എന്നൊക്കെ പറഞ്ഞു, വരയ്ക്കും, ചിത്രരചന, എന്താ അതിലൊരു സംശയം? ഞാനൊരു ക്യൂറേറ്റിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത്. അതായത് ചിത്രരചനയെക്കാളേറെ ഞാൻ അത്യാവശ്യം ഹോംവർക്കും ചെറിയ ചെറിയ വരകളൊക്കെ, വലിയ തോതിലുള്ള വരപ്പ് ചിത്രകലയിൽ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്യൂറേറ്റ് ചെയ്യാൻ, എക്സിബിഷൻ സംഘടിപ്പിക്കുക. പിന്നെ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളുണ്ട്, ധാരാളം കോവളത്ത് വരുന്നുണ്ട്. അപ്പം ആ ആർട്ടിസ്റ്റുകൾക്ക് പിന്നെ ഒരു റെസിഡൻഷ്യൽ ആർട്ട് ഗാലറി, അതാണ് എൻ്റെ പ്ലാൻ. അതിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു അറ്റ്മോസ്ഫിയറും അതിലെല്ലാം അജി ചേച്ചിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. മോർ ദാൻ 100%. ഒരു കോൺഫ്ലിക്റ്റും ഇല്ല. പിന്നെ എന്തിലാണ് കോൺഫ്ലിക്ട്സ്? അങ്ങനെയല്ല അഞ്ജു, കല്യാണം കഴിക്കുന്ന കാലം മുതൽ പറഞ്ഞിരുന്നാണ് ഒരു ആർട്ട് ഗാലറി തുടങ്ങുക എന്നുള്ള ഒരു ആഗ്രഹം അന്നേ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആർട്ട് ഗാലറി എന്നുള്ളതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ചിത്രകലയെക്കാളും ശില്പകലയ്ക്കാണ് കുറച്ചുകൂടെ. അല്ല, അത് അജി പറഞ്ഞതിനോട് എനിക്ക് അത്ര യോജിപ്പില്ലേ? എനിക്ക് മോഡേൺ പെയിന്റിങ്സിനോടാണ്. ആയിക്കോട്ടെ, ചേച്ചിയുടെ കാഴ്ചപ്പാട്ട് പറയട്ടെ. ശില്പം എനിക്ക് ഇഷ്ടമാണ്. ശില്പം ചെയ്യാനുള്ള ചില സംഗതികൾ ഞാൻ ഇരുമ്പിൽ, ഈ മെറ്റലിൽ കുറേ ശില്പം ചെയ്യാനുള്ള പിന്നെ അതിൻ്റെ സ്കെച്ചസ് എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇനി കുറച്ച് കഴിയുമ്പം പല ഭാഗങ്ങളിലായിട്ട് ഈ ഇരുമ്പിലുള്ള ശില്പങ്ങളുണ്ടാവും. അതിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കും റിസർച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ വീട് വന്ന് കണ്ടിട്ട് ഇതിൽ ആരെങ്കിലും വന്നിട്ട് ഓ എനിക്ക് ഇങ്ങനെ ഒരു വീട് വെച്ചാൽ കൊള്ളാം, അല്ല അങ്ങനത്തെ വല്ല ഗൈഡൻസും ആരെങ്കിലും ഒക്കെ വരുന്ന ഈ വീട് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ വരുവാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അവരൊരു വീട് വെക്കണം എന്ന് ആഗ്രഹം പറയുവാണെങ്കിൽ തന്നെ ഈ വീട് വന്ന് നോക്കുന്നവരുണ്ട്. പിന്നെ പലരും സങ്കടപ്പെട്ട
സങ്കടപ്പെടാറുണ്ട്, ഞാൻ വീട് വെച്ച് പോയില്ല. അയ്യോ. പക്ഷെ അങ്ങനെയല്ല അഞ്ജു, ഇത് ശരിക്കും ഈ വീട് വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ശില്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയായിരുന്നു. 850 സ്ക്വയർ ഫീറ്റിന് ഒരു ആർട്ട് ഗാലറി എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ തുടങ്ങിയ വീടാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ ചിത്രകലയെ, ഈ ആർക്കിടെക്ചർ ഈസ് ഓൾസോ ആൻ ആർട്ട്. അതൊരു ആർട്ടാണ് ശരിക്കും. ആർക്കിടെക്ചർ എനിക്ക് ചിത്രകലയോടൊപ്പം തന്നെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ മാഗസിൻസ് കളക്ട് ചെയ്യുകയും അതിനെ ശ്രദ്ധിക്കുകയും കേരളത്തിലെ പഴയ വീടുകളിലെ എവിടെ കണ്ടാലും അതിൽ ശ്രദ്ധിക്കുകയും അതിലൊക്കെ എന്തൊക്കെ സംഗതികളുണ്ടെന്നൊക്കെ ശ്രദ്ധിക്കുകയും. പിന്നെ എന്താണ് മക്കളുടെ ഒരു മോനാണുള്ളത്, 24 വയസ്സായി. അദ്ദേഹം ഇപ്പൊ സിനിമ ഫീൽഡിലാണ്. ഓക്കെ ഓക്കെ. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റും ഉണ്ടോ അതോ അതിനകത്ത് യാതൊരു ഇൻഫ്ലുവൻസ് എൻ്റെ ചില ബിടെക് 2 വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് അവൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ക്യാമറയാണ് അവന്റെ ഇഷ്ടമുള്ള വിഷയം. അപ്പൊ ഷേ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിന് കുറെ ആൾക്കാരൊക്കെ ആ ഒരു ഫീൽഡാണെന്ന് അവൻ അങ്ങനെ അങ്ങ് തെരഞ്ഞെടുത്തു. ഇപ്പോഴും ഞാൻ എൻ്റെ മോൻ എവിടെയാണെന്നോ നീ എന്ത് ചെയ്യുന്നു അന്വേഷിക്കാം. അമ്മ പറയുമല്ലോ, ശ്രദ്ധിക്കാറില്ല. കാരണം ലെറ്റ് ഹിം ഗ്രോ ഹിംസെൽഫ്. അതൊരു കൺസെപ്റ്റ് നല്ലതാണ്. പക്ഷെ നമ്മുടെ മക്കൾ എവിടെയാണെന്ന് ഒരു കണക്ഷൻസ് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ എവിടെയാ പോയി കിടക്കുന്ന അർത്ഥത്തിൽ പറഞ്ഞല്ല, അവന്റെ കരിയർ എവിടെയാണെന്നൊക്കെ നമുക്ക് നാച്ചുറലി അറിയാലോ. പക്ഷെ നമ്മൾ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ അല്ല വളരേണ്ടത്, അവരാണ്. അങ്ങനെ കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു. ഇപ്പോൾ തമിഴ് സിനിമയിൽ കളറിംഗ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നു. അവിടെയാണ് BSc ഫിലിം ടെക്നോളജി പഠിച്ചത്. തമിഴ്നാട്ടിൽ SRM യൂണിവേഴ്സിറ്റിയിലാണ്. അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ കണ്ടുപിടിച്ച് പോയത്. നമ്മളൊന്നും അങ്ങനെ ഗൈഡ് ചെയ്തിട്ടൊന്നുമില്ല, ഇന്നത് പോകണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവന്റെ സിനിമ അടുത്ത മാസം റിലീസാണ്, സിംബ എന്ന് പറഞ്ഞിട്ട്, ഭരത് നായകനായിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോജക്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോ നിങ്ങള് സിനിമ കാണാറുണ്ടോ? പോയി തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കാണാറുണ്ടോ? അജിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല സിനിമ എന്ന് വെച്ചാൽ ചില സിനിമകളെ എനിക്ക് ഇഷ്ടപ്പെടാറുള്ളൂ. പിന്നെ ഈ തിയേറ്ററിൽ പോയി 3 മണിക്കൂർ ഇരിക്കണ ആ സമയം ഇവിടെ ഏതെങ്കിലും ഒരു ശില്പം ഉണ്ടാക്കാം, പിന്നെ ചില ബോർഡ് സിനിമകളെ എൻ്റെ 3-4 hours is fully lost. അപ്പം നമുക്ക് മുൻകൂട്ടി ഇത് നല്ല സിനിമയാന്ന് അല്ലെങ്കിൽ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ പോവാം. അല്ലാതെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം വെറുതെ പോവാണ് ഒരു സിനിമ കണ്ടിട്ട്. അപ്പൊ ടി വി കാണുമോ? ഞാൻ അങ്ങനെ കാണാറില്ല. സിനിമയെ കുറിച്ച് വായിക്കും, അത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം. സാറിന്റെ മെയിൻ സ്കോപ്പ് എന്ന് പറയുന്നത് ഇത് ചെടി, ശില്പം, ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിക്കുക. നെറ്റ്വർക്ക്സ് ഇപ്പം എന്താണ് വെസ്റ്റേൺ വേൾഡിലും വിദേശങ്ങളിലും കണക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഒരു പേയിങ് ഗസ്റ്റ് എത്രയോ വർഷമായിട്ട് ഒരു എന്താണ് റഷ്യൻ ലേഡി താമസിക്കുന്നുണ്ട്. 4 വർഷമായിട്ട് അവരുണ്ട്. അവർ മലയാളം പറഞ്ഞു തുടങ്ങിയോ? അവർ ഇംഗ്ലീഷ് മാത്രമേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇനി ഫ്യൂച്ചറിൽ എന്തോ പെയിന്റിങ്, ഞാനൊരു റെസിഡൻഷ്യൽ ആർട്ട് ഗാലറിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ആർട്ട് ടൂറിസം എന്നൊരു സംഗതിയുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് മോസ്റ്റ്ലി ഫ്രം ദ വെസ്റ്റ് ഇങ്ങനെ അവർ ട്രാവൽ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ അവർക്കൊരു സൈറ്റ് നെറ്റ്വർക്ക് അവർക്ക് ചില സംഭവമൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അവരിങ്ങനെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ അവരിവിടെ വരും. ഇവിടെ വന്ന് അവർ 3-4 ദിവസം ഇങ്ങനെ താമസിക്കുക ഗ്രൂപ്പായിട്ട്. എന്നിട്ട് ഇവിടെ നിയർ ബൈ പ്ലേസസ് ഒക്കെ ട്രാവൽ ചെയ്യും. ഈവനിങ് ഒക്കെ ഇങ്ങനെ വരയ്ക്കും. നമ്മൾ അതിനുള്ള സംഗതികൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് ഈ താഴെ കാണുന്നത്. എന്നിട്ട് അവരുടെ ചിത്രങ്ങൾ നമുക്ക് തന്നെ എക്സിബിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അവർക്ക് കൊണ്ടുപോകണമെങ്കിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഒരു നെറ്റ്വർക്ക് അതിന്റെ ഒരു അതാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സാധനം. മിക്കവാറും ഡിസംബർ ഇറ്റ് വിൽ ബി ലോഞ്ചിങ്. മനസ്സിലായി. ഓക്കെ. ഇനി നിങ്ങളുടെ പിണക്കങ്ങൾ, നിങ്ങളുടെ വഴക്കുകൾ, പിണക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? അതെന്തിനെ പറ്റിയായിരിക്കും? അത് മെയിനായിട്ട് എനിക്ക് വേറെ പിണക്കങ്ങളൊന്നുമില്ല. എനിക്ക് ഇവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ വെരി കൺസേൺ അബൌട്ട്. അവർ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുകയില്ല. അപ്പൊ അതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. കാരണം എപ്പോഴും അവർ എന്നോടൊപ്പം ഉണ്ടായിരിക്കേണ്ട ഒരു സ്ത്രീ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ നമ്മൾ അവർ വേണമല്ലോ ചിലപ്പോൾ. അപ്പം അവരുടെ ആരോഗ്യസ്ഥിതി എപ്പോഴും നമ്മളെ
ശ്രദ്ധാപൂർവ്വം നോക്കേണ്ട ഒരാളാണെന്നാണ് ഞാൻ കരുതുന്നത്. അവർ ആരോഗ്യത്തിൽ ഇപ്പം എനിക്ക് അവർക്ക് വേണ്ടി എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവർക്ക് വേണ്ടി ഞാൻ സ്ഥിരം പറയുന്നതാണ് അവർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാൻ എക്സസൈസ് ആണ്. അല്ല അവരുടെ മടിയുള്ളൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക. പണ്ട് യോഗയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ തന്നെ ഉണ്ടല്ലോ കുറച്ച് നടക്കാനൊക്കെ സ്ഥലം. രാവിലെ എണീറ്റ് മുറ്റം തൂത്താൽ മാത്രം മതി. അല്ല ഇത് ഞാനാ ചെയ്യുന്നത്. ഞാൻ ആദ്യം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനിത് മുറ്റം തൂക്കുന്ന ആർക്കും അതാണ് ഇത്ര എനർജി. അല്ല ഇവിടെ മൊത്തം മരങ്ങളാണ്. ഇത്ര എനർജി. രാവിലെ വന്ന് ഉച്ചയാകുമ്പോഴേക്കും ഇവിടൊക്കെ കരിയില്ല നിറയും. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ നിന്ന് തൂക്കുന്ന ഒരു ചൂല് വെച്ചിട്ട് തൂത്തൊക്കെ കൂട്ടും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ നന്നായിട്ട് സഹായിച്ചു തരും അടുക്കളയിലാണെങ്കിലും ബാക്കിയെല്ലാം. എന്നെ ഇവിടുന്ന് ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ ബസ്സിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സഹായവും ഉണ്ട്. പിന്നെ എനിക്ക് ഒരു സാരി വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ വാങ്ങിച്ചു തരത്തില്ല, 10 ചെടി വാങ്ങിച്ചു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഗാർഡനൊക്കെ നമ്മള് ടൂറ് പോകുന്ന പറയുന്നത് നമ്മൾ ഇവിടുത്തെ നഴ്സറികളിലൊക്കെയാണ് കുറെ ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. അങ്ങനെ പിന്നെ ഞാൻ തന്നെ ചില ചെടികളൊക്കെ ഇങ്ങനെ ഇത് ചെയ്യാറുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഈ കുടുംബജീവിതത്തിലെ ക്ഷമ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അതാർക്കാണ്? ആരെങ്കിലും ഒരാൾ മതി. ഇത് തീർച്ചയായിട്ടും ഇല്ല. രണ്ടുപേർക്കും ഇല്ലെങ്കിൽ അതാണ് ഈ സ്പ്ലിറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം. രണ്ടുപേർക്കും ക്ഷമയില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ആരെങ്കിലും ഒരാള് ക്ഷമയുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യാതെ പോകാൻ പറ്റും. ഇങ്ങനെയുള്ള വഴക്കുകളൊക്കെ വരുവാണെങ്കിൽ അത് ആരാണ് പോയി ഒന്ന് കൺവിൻസ് ചെയ്യുന്നതും ആരാണ് പറഞ്ഞു തീർക്കുന്നതും? ഞാൻ പെട്ടെന്ന് കരയുന്ന സ്വഭാവമാണ്. കല്യാണം കഴിഞ്ഞ കാലത്തൊക്കെ എനിക്കൊരു കുഞ്ഞ് സാധനം മതിയായിരുന്നു കരച്ചിലൊക്കെ വരാം. പക്ഷെ ആ കരച്ചിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോ പതുക്കെ എന്റെ കരച്ചിൽ പിന്നെ അങ്ങനെ പോയൊരു കൺസൾട്ട് ഒന്നും ഇല്ല. 5-6 ദിവസമൊക്കെ മിണ്ടാതിരിക്കും. പിന്നെ നമ്മള് തന്നെ പക്ഷെ ഡെയിലി റൂട്ടീനുള്ള കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും ഞാൻ നടത്തും. ഞാൻ എന്ത് വേണക്കായാലും എന്റെ കാര്യങ്ങൾ ഞാൻ നടത്തും. കാരണം നമ്മൾ നടത്തിയല്ലേ പറ്റുള്ളൂ. അല്ല അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കാതിരിക്കോ കഴിക്കാതിരിക്കോ ഞാൻ കഴിക്കാതിരിക്കില്ല. മിണ്ടാതിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും, അത്രയൊക്കെ ഉള്ളൂ. മാക്സിമം അതൊക്കെയാണല്ലോ ഒരു ജീവിതത്തിന്റെ ഒരു രസങ്ങള്. ഇല്ല പക്ഷേ പിന്നെ പറയാൻ പറ്റില്ല. ഈ ശരിക്കും പിണങ്ങാതെയും ജീവിതം കൊണ്ടുപോകാം. അതിന് ഞാൻ അജിയോട് പറയാറുണ്ട്, രാവിലെ അടുക്കളയിൽ കയറുന്ന മുതൽ നിങ്ങൾ തമാശ പറഞ്ഞു തുടങ്ങും. ഇറ്റ്സ് ലൈഫ് ഈസ് ജസ്റ്റ് എ ജോക്ക്. നമ്മൾ തമാശകളാണ് കൂടുതൽ പറയേണ്ടത്. നമ്മൾ എന്തിനാ സീരിയസ് ആയിട്ട് ഇങ്ങനെ അതെടുത്തില്ല ഇതെടുത്ത് ഒരു ചെറിയ നമുക്കൊരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ അതൊരു തമാശയായിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യമായിട്ട് എടുത്താൽ മതി. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ വീടൊരു വളരെ ഒരു തമാശ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് വീട് പോകേണ്ടത്. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതൊന്ന് ചിരിച്ചോണ്ട് നമ്മളെന്തിനു ദേഷ്യപ്പെട്ട് നമ്മളെ എനർജി നഷ്ടപ്പെടുത്തുന്നത്? ആ ദേഷ്യം കൂടത്തതേ ഉള്ളൂ. യാത്രകള് ഇപ്പം എങ്ങനെയാണ് രണ്ടുപേരുടെ യാത്രകള്? പൊതുവെ നമ്മൾ താല്പര്യമുണ്ട്. നമ്മൾ മാത്രമായി ചിലപ്പോ ഫാമിലി വിസിറ്റിനൊക്കെ അങ്ങനെ പോകും. വിദേശ യാത്രകളൊന്നും അങ്ങനെ തുടങ്ങിയില്ല. ഒന്ന് ഇത് തന്നെ ഒരു കാരണം. നമുക്ക് അധികം മാറി നിൽക്കാൻ കഴിയുന്നില്ല. ചെടികളും ഇതൊന്നും വിട്ട്. പിന്നെ ഞാനിപ്പം നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ ചെയ്യാൻ ഒരാളെ നമുക്ക് കണ്ടെത്തുന്നത് വരെ നമുക്ക് ദീർഘയാത്രകൾ പാടാം. ഞാൻ അങ്ങനെ ഒരാളെ ട്രെയിൻ ചെയ്ത് വരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട്? അതിൽ താല്പര്യമുണ്ടോ? അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ കുറച്ച് ആക്റ്റീവാണ്. പിന്നെ ഒരു കാര്യം എന്നുള്ള നിങ്ങളുടെ പ്രോഗ്രാമിന് ഒരു കൂട്ടെന്നാണല്ലേ? കൂട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഇമെയിൽ ID, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട്. അത് തന്നെ നല്ലൊരു എക്സാമ്പിൾ ആണല്ലോ. അങ്ങനെ ഒന്ന് ഹൈഡ് ചെയ്യാനില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു ലൈഫ്. എന്ത് തോന്നിവാസമാണേലും നമ്മൾ എന്ത് വേണ്ടാത്തത് കാണിച്ചാലും ചെന്ന് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ തമ്മിൽ പണ്ടേ ഉണ്ട്, കല്യാണത്തിന് മുമ്പേ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇമെയിൽ ID, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടുമാണ്. ഞാനാണ് അതിൽ ബോബി കൂടെ ആലോചിക്കണ്ടേ. ഇതല്ലാണ്ട് എന്തൊക്കെയാണ് എക്സ്ട്രാ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കലാപരമായിട്ട്? ഞാനൊരു പുസ്തകം കണ്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്.
അത് ഞാൻ പഠിക്കുന്ന കാലം മുതലേ കവിത എഴുതുമായിരുന്നു. ആ. അങ്ങനെ പല കലാകൗമുദി പോലുള്ള കുറേ വാരികകളിൽ അത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ അടുത്ത കാലത്ത് തോന്നി അതെല്ലാം കൂടെ ഒരു കളക്ഷൻ ആക്കി എടുക്കണം തോന്നി. അങ്ങനെ ചിന്ത പബ്ലിഷേഴ്സ് അത് ബുക്കാക്കി മഴമരം പെയ്യുമ്പോൾ. അപ്പം അതിൽ ഞാൻ അജികുമാരി എന്നല്ല അജി രാജൻ എന്നാണ് അവിടെ ഒരു കൂട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവിടെ എങ്കിലും എന്ന് വിചാരിച്ചിട്ട് അജി രാജൻ എന്നാണ് ഞാൻ ആ തൂലികാ നാമത്തിലാണ് ഞാൻ എഴുതാറുള്ളത്. ആ പുസ്തകം അങ്ങനെ തന്നെ കവിത മാത്രമാണ് കവിത മാത്രമാണ് പുസ്തകമാക്കിയത്. കുറെ ആർട്ടിക്കിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ളതും അല്ലാതെ സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രകലയെ കുറിച്ചൊക്കെ ഞാൻ ആർട്ടിക്കിൾ വീക്കെൻഡ്സിലൊക്കെ എഴുതിയിട്ടുണ്ട്. പല ചിത്രകാരന്മാരുടെയും അവരുടെ എക്സിബിഷൻ വരുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ചിത്രകല എന്താണെന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ചിത്രകലയെ കുറിച്ചൊക്കെ എനിക്ക് എഴുതാനും അതിനെക്കുറിച്ച് വായിക്കാനൊക്കെ കിട്ടിയ പ്രചോദനം ഇവിടുന്ന് തന്നെ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് പ്രധാനമായും നേരത്തെ പറഞ്ഞ പോലെ ഇത് തന്നെയാണ്. റെസിഡൻഷ്യൽ ആർട്ട് ഗാലറിയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ പൂർണ്ണ പിന്തുണ അജി ചേച്ചിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. അത് അപ്പം അതില് അതില് വേറെ തയ്യാറെടുപ്പുകളോ ഇനിയൊന്നുമില്ല? ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനകത്ത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം ആർട്ട് മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഈസൽ ഉൾപ്പെടെ ഒരു 5 സ്റ്റുഡിയോസ് സെറ്റ് ചെയ്യണം. അതിന്റെ ബേസിക് സാധനങ്ങളൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനി കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ 1-2 ഓപ്പൺ സ്റ്റുഡിയോസ്, പിന്നെ ക്ലോസ് സ്റ്റുഡിയോസ് അവർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ മാത്രം. പിന്നെ ഈസല് പിന്നെ അവർക്കുള്ള ഫെസിലിറ്റീസ് കുറെ കൂടെ ഇനി ചെയ്യാനുണ്ട്. പിന്നെ ഒരു ഓപ്പൺ ഗാലറി, പിന്നെ ഒരു ഇന്റർനാഷണൽ ഓപ്പൺ ഗാലറിയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഇന്റർനാഷണലി ഓപ്പൺ ഗാലറീസ് ഇല്ല ഇത്തരത്തിലുള്ള, അതായത് ഡേ ഗാലറീസ്. ഈവനിങ് ഒരു 10 മണി വരെ നമുക്കത് ചെയ്യാം. പിന്നെ പെയിന്റിങ്സ് എടുത്ത് മാറ്റേണ്ടി വരും. പക്ഷേ ഇൻ ദ ഡേ ലൈറ്റ് യു ക്യാൻ എൻജോയ് പെയിന്റിങ്സ്. സാധാരണ ഹോളിലാണല്ലോ. അതെ അതെ അതെ, ഇതൊരു നാച്ചുറൽ. നമ്മൾ അവിടെ തന്നെ ഒരു പ്രത്യേക സ്ഥലം വെച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് വിൽ ഗെറ്റ് ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ. ഡെഫിനറ്റ്ലി ഉണ്ടാവണം. കുളിർമയേകിയ കാഴ്ചകളും അതിലുപരി നല്ല വാക്കുകളും അനുഭവങ്ങളും പങ്കുവച്ച രാജൻ ചേട്ടനും അജി ചേച്ചിക്കും നന്ദി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ 2 വ്യക്തികളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.